ഹരി ഓം. ഹരേ ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാണ്ഡം ശൂർപ്പണഖാഗമനം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേര വിരുന്നേടിനൂരനന്തരം ഗൗതമേതിരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ. കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകമ്പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം വരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട്. നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാക്കിയ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പിതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനൻ നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത തന്നെ മത്ഭ്രാതാവായ ലക്ഷ്മണനിവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടുകൂടെ പോന്നുരമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടേണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ. ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ, മനസ്സേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപത്യോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാസുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനടോ. മംഗലശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങ് നീ ചെന്ന് പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനു, ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമൻ തന്നോട്,
തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുലനായകനോടു ചൊന്നാളെന്ന നീ പരിഗ്രഹിച്ചിടുക നല്ലു. നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ മന്നവാ. ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരകം. ഇത്തരം അവൾ ഉര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം, അവനതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. ധരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനടോ. രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുലചേതസ്സൊടും ലക്ഷ്മണാതികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ. നിന്നിലേതും ഒരു കാംക്ഷയെന്നറിയ നീ, മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയും അത് കേട്ടു രാഘവ സമീപ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ട അച്ഛന ശൈലം പോലെ കായാകാരവും ഘോരദംശ്രയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു. നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരുമരുവിയാറ് പോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തന്റെ വരവുണ്ടിനിപ്പോളെന്നു ദേവദേവനുമരു ചെയ്തിരുന്നരുളിനാൻ. രാക്ഷസപ്രവരനായിടിന് ഖരൻ മുമ്പിൽ പക്ഷമറ്റവനിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശുഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ആരെന്നോടെത്രയും വിലയേ നീ. വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാർ ഇരുവരുണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാം അവരജൻ ഖഡ്ഗേന ഛേദിച്ചു നിൽക്കുജാതികളെല്ലാം. ശൂരനായിടും നീയിന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിലിച്ചവൻ നീടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്ന് മത്ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടെന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കുമടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ. ഖരനേറ്റമുന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുൾഗര മുസലാസി ചാപേഷു പിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്തോരതു നേരം. ബദ്ധവൈരേണ 14 വരും ഒരുമിച്ച് ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ.
മിത്രഗോത്രോദ്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചൊരു ശത്രുഖം വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനോരോന്നിനാൽ. ശൂർപ്പണഖയും അത് കണ്ടു പേടിച്ചു മണ്ടിബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങു പോയി കളഞ്ഞിതു നിന്നോടു കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊൽ നീ. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതവണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാൾ. അത് കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാൻ അതു നേരം. പോരിക നിശാചരർ 14,000 പോരിന് ദൂഷണനും അനുജൻ ത്രിശിരസും. ഘോരനാം ഖരനേപം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതെന്നുഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ. ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു നമ്മോട് യുദ്ധത്തിന് വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പൊരു യുദ്ധവും ഉണ്ടാമിപ്പോൾ. ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാൻ ഒരുത്തനെ പോരും ഇവരെയൊക്കെ കൊല്ലുവാൻ. മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടല. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ ആണയുമിട്ട് കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്ന് ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹുരമകമ്പുക്കാൻ. ഖരവധം ചാപബാണങ്ങളെയുമെടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ച് ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചതു വേഗാൽ പുഷ്കരനേത്രന്മേൽ. തൽക്ഷണാവയെല്ലാം എയ്തു ഖണ്ഡിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാലഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണൻ അതുനേരം ഉഗ്രസന്നിപനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണം അവറ്റേ രഘുവരൻ വേഗേന ശരങ്ങളാൽ എന്മണിപ്രായമാക്കി. 4 ബാണങ്ങളെയ്തു തുരകം 4നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ. ചാപവും മുറിച്ചുതൽ കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശതഭാരായ നിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ. തത്ബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരിഹത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണ് സമവർത്തിവർത്തനം പ്രവേശിച്ചതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം ത്രിശുരസം രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 മുറിച്ചിടിനാൻ ത്രിശിരസും. 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവൻ ആയുധം ബാണമെയ്താൻ. നീപതി വീരൻ അവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാഭതേടിയിടും രഥം തന്നിടാമാറു കരേറിവ ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിടിനാൻ. ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാനവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നേടിനാൻ അതു നേരം.
താപസദേവാദികളായുള്ള സാധുക്കളും തപമൂടയോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ചക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സു കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെ. എപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷനാൽ സൂതനക്കൊന്നു ദുരകങ്ങളും തേരും പൊടിച്ചാതി നായകനെടുത്തീടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരേറിനാശുഖരൻ തെറ്റന്നു പൊടിച്ചു രാഘവൻ. അതുമപ്പോൾ പിന്നെയും ഗതയുമായി അടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശികങ്ങളാൽ അതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാഗ്നേയാസ്ത്രമേതതു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്ത ഇന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്തത് കണ്ടു രാക്ഷസവീരൻ. നൈര്യതമസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തത് കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചത് ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചത് കണ്ടു രാമൻ. ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ട് തടുക്കയാൽ തീക്ഷ്ണമാമൈഷ്ടികാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പു തന്നാൽ. സാരഥി തന്നെ കൊന്നു ദുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിവെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ട് അതിക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിടിനാൻ ജഗന്നാഥൻ. വേണുതു ലങ്കാനഗരോത്തരദ്വാരേ തല പൊക്കിതു വന്നു ബാണവുമതുനീരം. വേണുതു ലങ്കാനഗരോത്തരദ്വാരേ തല തുണി പൊക്കിതു വന്നു ബാണവുമതുനീരം. കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണ ത്രിശിരാക്കളാം നിശാചരവരരും 14,000 മരിച്ചിതൂ നാഴിക 3.75 കൊണ്ട്. രാഘവൻ തന്നാലൊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം. ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മനസ്സേ പുനരവരെ വരുമതു നേരം. രാമന പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം. നമസ്തേശ്വരാദയ വാരിതേ രഘുപതേ രമിച്ചീടനം ചിത്തം ഭവതി രമാപതേ. ത്വത്പാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമത്ഭവ മരണദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമന്തിയത്തു സംസാര വൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോട്. അതുമൂലമോർത്തു അരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ. രാക്ഷസദേഹന്മാരാൻ നിങ്ങളെ ഛേദിച്ചന്നോക്ഷവും തന്നീടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദ സ്വരൂപനാം നെന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുനാഥൻ മന്ദഹാസവും കൊണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയമനപ്രാണാഹങ്കാരാദികൾ കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ
ജാഗ്രൽ സ്വപ്നാഖ്യാദ്യവ ജാഗ്രസ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാകാമാപായികളാം കല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത്കാരണന്ദാചരതി. രാഘവൻ 3.25 നാഴിക കൊണ്ട് കൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടും കൂടെ വന്നു രാമചന്ദ്രനെ വേണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഘ നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ട് മുക്തബാഷ്പോദം വിദേഹാത്മജാ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ട് തലോടിപ്പറിപ്പിച്ചിടിനാളൊക്കവേ പുണ്ണുമതിൻ വടവും മാച്ചിടിനാൾ. രക്ഷോവീരന്മാർ വീണു കിടക്കുന്നത് കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടിനിപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം, യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനൻ അരുൾ ചെയ്തയച്ചൊരു ശേഷം. സുമിത്രാപുത്രൻ തപോധരന്മാരോടു ചൊന്നാനമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യവൈരികളെന്നുറച്ചു മുനിജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾ മായ തട്ടായ്വാൻ 3 പേർക്കും. അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വെട്ടിയിടിനാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കാക്കൽ വച്ചു തൊഴുതിയിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്ത് അംബുജ വിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനാൻ. ശൂർപ്പണഖാ വിലാപം. രാവണ ഭഗിനിയം രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വേണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവന് മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവൾ മുര ചെയ്താൾ എത്രയും മൂഢൻ ഭവാൻ. പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠനം തെളിഞ്ഞിരിക്കുന്നു. രാജാവൻ എന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയം ചെയ്തു കിടന്നീടല്ല ഇപ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയേടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവനവനെ ഞാൻ. സോദരി ചെന്നാളതു കേട്ട് രാവണനോട് യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടുങ്കാലം. കാനനത്തോടെ ചെന്നു ഗൗതമീ തടം പൂക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയഭൂതൻ. ജഡാവൽക്കലങ്ങളും പൂണ്ട് ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായി ഇടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിലേ പങ്കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിതാനും
ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ച് ഓടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവതേവളല്ലോ തത്പത്നിയാകും പുരുഷൻ ജഗത്പതി എന്ന് കൽപ്പിക്കാം വികൽപ്പമില്ലൽപ്പവും ഇതിനിപ്പോൾ ത്വത്പത്നിയാക്കിയിടുവാൻ തക്കവൾ അവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽക്കുജാനാസകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തങ്കരനോട് ചെന്ന് ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം രക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക 3.75 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിടുകൽ വിശംഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകീ ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വൽസാകാശത്തിങ്കലാക്കി അക്കിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ട് പോരുകയുള്ളൂ. സോദരിയെ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നുടെ മണിയറ തന്നിലങ്ങകം പൂക്കാൻ വന്നതില്ലേതും നിദ്രചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ 3.75 നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മീക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ താതാവുമുന്നം പ്രാർത്ഥിച്ചോരു കാരണമെന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരും പെട്ടുവെന്നാണെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യമെന്നാൽ അല്ലല്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും. യുദ്ധമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞഥ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമൂർത്താൻ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.